കോഴിക്കോട് പേരാമ്പ്രയിൽ UDF LDF മാർച്ചിനിടെ സംഘർഷം. പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചു. ഷാഫി പറമ്പിൽ, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. CKG കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു. പ്രവർത്തകരെ ശാന്തമാക്കുന്നതിനിടെയാണ് MP-ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. വലിയ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. സംഘർഷാവസ്ഥ നിലവിൽ തുടരുകയാണ്. ഷാഫിയുടെ പ്രതികരണം കേൾക്കാം. ഈ മർദ്ദനത്തിനും നിങ്ങള് സ്വർണ്ണക്കടത്ത് മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ പ്രതിഷേധവുമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് UDF നടത്തുന്നത്. പോലീസ് അതിക്രമത്തിനെതിരെ IG ഓഫീസിലേക്ക് അടക്കം പ്രതിഷേധം നടത്താനുള്ള ആലോചന നടത്തുന്നുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും ഒരു പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് വിനേഷ്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ദേവിക ചന്ദ്രൻ എന്നിവർ നൽകും. ആദ്യം വിനേഷിലേക്കാണ്. വിനേഷ്, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം വലിയ സംഘർഷത്തിലേക്ക്, അതായത് LDF UDF പ്രവർത്തകർ നേർക്കുനേർ എത്തുമ്പോൾ പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. MP-ക്ക് വലിയ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഒപ്പം നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ടോ? മറ്റ് പ്രതിഷേധ പ്രകടനങ്ങൾ എങ്ങനെയാണ്? പേരാമ്പ്രയിൽ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കനത്ത പോലീസ് സന്നാഹം തന്നെയാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. കനത്ത പോലീസ് സന്നാഹം തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും കൈകാര്യം ചെയ്യാൻ പാകത്തിനുള്ള ഒരു പോലീസ് സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ CKG കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി, അതായത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് CKG കോളേജിൽ ചെയർമാൻ KSU സ്ഥാനാർത്ഥി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി തുടങ്ങിയ സംഘർഷമാണ്. ഈ സംഘർഷത്തെ തുടർന്ന് പേരാമ്പ്രയിൽ ഇന്ന് ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തിരുന്നു. ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഹർത്താൽ അവസാനിക്കുന്നതോടുകൂടി പ്രകടനം നടത്താൻ UDF തീരുമാനിക്കുന്നു. അതേസമയം തന്നെ LDF-ന്റെ പ്രകടനവുമുണ്ട്. ഈ രണ്ട് പ്രകടനവും ആരംഭിച്ചു. 6 മണിക്ക് ശേഷമാണ് ഈ രണ്ട് പ്രകടനവും ആരംഭിച്ചത്. ഈ പ്രകടനം മുഖാമുഖം എത്തുമ്പോൾ വലിയ സംഘർഷ സാധ്യതയും വലിയ ഏറ്റുമുട്ടലും ഉണ്ടാവുമെന്ന് ആ ഒരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് യഥാർത്ഥത്തിൽ ഇത് തടയാൻ തയ്യാറാവുന്നത്. എന്തായാലും അതിനുശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് ഇത് തടയാൻ തയ്യാറാവുകയും തുടർന്ന് UDF പ്രവർത്തകരുമായി വാക്കേറ്റമുണ്ടായി. UDF പ്രവർത്തകരെ പോലീസ് റോഡിൽ തടഞ്ഞതിനെ തുടർന്നാണ് വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് ലാത്തി വീശി, അതിനൊപ്പം തന്നെ ഗ്രനേഡ് പ്രയോഗിക്കുകയും ചെയ്തു. ഗ്രനേഡ് പ്രയോഗിക്കുകയും ഒപ്പം തന്നെ ടിയർ ഗ്യാസും പ്രയോഗിച്ചു. ഇതിനിടയിലുള്ള സംഘർഷത്തിലാണ് ഷാഫി പറമ്പിൽ MLA-ക്കും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത്. ഷാഫിയുടെ പരിക്ക് ഗുരുതരമല്ല, മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു വിദഗ്ധ പരിശോധന വേണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ലാത്തി ചാർജിനിടയിലോ മറ്റോ സംഭവിച്ചതാകാനാണ് സാധ്യത. ഒപ്പം തന്നെ ഗ്രനേഡ് എറിഞ്ഞതിൽ പല ആളുകൾക്കും ആൾക്കൂട്ടത്തിലേക്കാണ് ഗ്രനേഡ് വന്ന് വീണത്. അതിൽ വലിയ പരിക്കുണ്ട്. 30ഓളം കോൺഗ്രസ് പ്രവർത്തകർക്ക് UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ കോഴിക്കോടുള്ള IG ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യം UDF ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് DCC ഓഫീസിന് മുമ്പിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ വലിയ ആൾക്കൂട്ടമുണ്ട്. ഇവിടെ അല്പസമയത്തിനകം തന്നെ ഇവിടെ ടൗണിൽ പ്രതിഷേധ പ്രകടനം ഉണ്ടാകും. പ്രതിഷേധ പ്രകടനത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഇവിടെയും നിയോഗിച്ചിട്ടുണ്ട്. വിനേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേവികയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദേവിക, MP-ക്ക് അടക്കം പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കോഴിക്കോട് പ്രതിഷേധത്തിന്റെ വിവരങ്ങളാണ് വിനേഷ് നൽകിയത്. തിരുവനന്തപുരത്തേക്കും അത്തരത്തിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള പ്രതിഷേധത്തിലേക്കുള്ള UDF പ്രവർത്തകർ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ ഒരു സാഹചര്യം എന്താണ്?
തീർച്ചയായിട്ടും അഖില, ഈ കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP അടക്കം ഇത്തരത്തിൽ മർദ്ദനമേറ്റ സാഹചര്യത്തിലാണ് ഈ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ CSK കോളേജിലുണ്ടായ CKG കോളേജിലുണ്ടായ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ബാക്കി പത്രമെന്ന നിലയിലാണ് ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിലാണ് ഈ ഷാഫി പറമ്പിൽ MP അടക്കം മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വളയ സമര പ്രഖ്യാപനമുണ്ടായത്. ഇവിടെയും വലിയ പോലീസ് സന്നാഹമാണുള്ളത്. രാത്രിയിൽ ഇത്തരത്തിലൊരു സമരം വരുമ്പോൾ അതിനെ ചെറുക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും തയ്യാറായിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇതിൽ ഉയരുന്നത്. കാരണം സ്വർണ്ണപ്പാളി വിവാദമടക്കം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ ഈ വിവാദങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ നടത്തുന്നത്, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് ഈ UDF അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിക്കുന്നത്. അവർ പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ ഏകപക്ഷീയമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ പല വിവാദങ്ങളും സർക്കാരിനെതിരെ ഉയരുമ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ UDSFന്റെ നേതൃത്വത്തിൽ ഒരു ആഹ്ലാദ പ്രകടനം പേരാമ്പ്രയിൽ ഉണ്ടാവുകയും അതേ തുടർന്ന് പോലീസ് അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇന്നൊരു സമരം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതേ സമയത്ത് ഈ ഹർത്താൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് പരിക്കേറ്റു, മർദ്ദനമേറ്റു എന്ന് ആരോപിച്ചാണ് ഇടതുപക്ഷവും ഇത്തരത്തിൽ ഒരേ സമയത്ത് സമരവുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും അതിലൊക്കെ പ്രതിഷേധിച്ച ഇരു കൂട്ടരും ഒരേ സമയത്ത് സമരത്തിൽ വന്നതിനാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയത്. എന്നാൽ ആ ഇടപെടലാണ് ഷാഫി പറമ്പിൽ MP അടക്കം ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും അതിൽ കനത്ത പ്രതിഷേധമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നത്. എന്തായാലും അല്പസമയത്തിനകം KSUവിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഖില.